എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ. ഞാനിപ്പോൾ ഒരു 10-60 വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. വയസ്സായ കല്യാണം കഴിക്കണ അതെനിക്കും കൂടി തോന്നണ്ടേ, വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം കഴിക്കണോ എന്നൊക്കെ. അവർ പറയുകയാണ് എൻ്റെ അടുത്ത്, നിനക്ക് കുറച്ച് പ്രായമായ ആളെ കെട്ടിക്കൂടെ, നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത്, ചെറിയ ചെക്കന്മാരനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം. ഞാൻ പറഞ്ഞു അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ ആരിനെ കല്യാണം കഴിക്കണം ആരിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ ലൈഫാണ്. പിന്നെ ചെറിയ ചെക്കൻ ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ എന്നെ അറിയാത്തതുപോലെ തന്നെ ഈ പറയുന്ന ചേച്ചീനെ അറിയാത്തവരായിരിക്കും കൂടുതൽ. അപ്പോൾ ഈ ചേച്ചി ആരാന്നുള്ളത് ഞാൻ വഴിയേ പറയാം. പക്ഷേ അതിനു മുമ്പ് ഈ ചേച്ചി പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് എൻ്റെ കല്യാണം കഴിയാത്ത ഒരു കൂട്ടുകാരനെ ഞാൻ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൻ ഇതേ സ്വഭാവക്കാരനാണോ, അല്ലെങ്കിൽ അവനെപ്പോലുള്ളവർ ഇതേപോലെ സ്വഭാവക്കാരാണോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എടാ, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. നിനക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 24 വയസ്സ് അല്ലേ? നിനക്ക് ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ചേച്ചിമാരോട് വല്ല കണക്ഷനുണ്ടോ? കാരണം പറയാൻ വേറൊന്നുമല്ല, ഞാനൊരു വീഡിയോ കണ്ടു. അതിൽ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം പ്രായം കൂടിയ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരുമായിട്ടാണ് കൂടുതൽ അട്രാക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെടാ, ഓക്കെ, പിന്നെ കാണാം. ഓക്കെ. എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങളിങ്ങനെ വായി തോന്നുന്നത് 100% കറക്റ്റാണെന്നും പറഞ്ഞ് ഇങ്ങനെ തള്ളി വിടാതെ വെറുതെ ബാക്കിയുള്ളവനെ ഇങ്ങനെ തെറി മേടിപ്പിക്കണോ? അപ്പം ചേച്ചിയുടെ കാര്യം മാത്രം പറയുക. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രായപൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ചേച്ചിമാരോടാണ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വന്ന് വായ്ത്താളം അടിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോടാണ്. അപ്പോൾ ഈ ചേച്ചി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേച്ചിക്ക് ഒരു 5 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ചേച്ചീൻ്റെ ഭർത്താവ് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു വർഷത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എല്ലാം ഇട്ട്, യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ കല്യാണമായി എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നത്. അതിനുശേഷം ആളുകൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങി, ആരാണ് ചെക്കൻ, ഏതാണ് ചെക്കൻ, എങ്ങനെയാണ് ചെക്കൻ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവർക്ക് കിട്ടിയ മെഹർ വാങ്ങിയതിനെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയൊരു കഥാപാത്രം, നിങ്ങളിപ്പം ഈ ഒരു കഥേനെ എ എന്ന് പറയുന്ന കഥാപാത്രം ഈ ചേച്ചിയുമായിട്ട് കല്യാണമായിട്ട് മുന്നോട്ടേക്ക് വന്നു. ഓക്കെ, ഈ എ എന്ന് പറയുന്നുള്ള ചേട്ടൻ ഗൾഫിലോട്ടാണ്. ആ ചേട്ടന് കുറച്ച് പൈസയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആ ചേട്ടന് ഇതേപോലെ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ചേട്ടൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ചേച്ചിക്ക് ഒരുപാട് പൈസയൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ വെച്ച് ചേച്ചി ഈ പറയുന്ന പോലെ സ്വർണ്ണമൊക്കെ മേടിച്ച് മെഹറൊക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടു. ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, ആ സമയത്താണ് ബി എന്ന് പറയുന്ന വേറൊരു കഥാപാത്രം മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര കോമഡിയാണ്. അതായത് 10-26 വയസ്സേ ഉള്ളൂ. പുള്ളിക്കാരനാണെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന കഥാപാത്രവും ഈ ചേച്ചിയും തമ്മിൽ എന്തോ കണക്ഷൻ, ഇങ്ങനെ കറക്കവും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എ എന്ന് പറയുന്ന കഥാപാത്രം ഇതറിയുന്നു. എന്നിട്ട് ഈ പറയുന്ന ചേച്ചിയോട് ചൂടാവുന്നു. ഇത് ഭയങ്കര പ്രശ്നമാവുന്നു. അപ്പം ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ചേച്ചി പറയുന്നത്. 26 വയസ്സുള്ള കൊച്ചനെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം? 33 വയസ്സല്ലേ എനിക്കുള്ളൂ, എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ പലരും വന്നിട്ട് ഈ പറയുന്ന വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഇവരോട് പറയുകയാണ്, ചേച്ചി എന്ത് പരിപാടി കാണിച്ചാൽ ഒരു പാവം ചെക്കനെ പറ്റിച്ചില്ലേ, അതായത് ഹണി ട്രാപ്പല്ലേ, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ 26 വയസ്സുള്ള ഈ പറയുന്ന ബി എന്ന് പറയുന്ന ചെക്കൻ കാണിച്ചത് എന്ത് പരിപാടിയാണ്? അതായത് ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വെച്ചിട്ടുള്ള പെൺകുട്ടീനെ ചതിച്ചുകൊണ്ട് കല്യാണവും കഴിഞ്ഞ് 5 മക്കളും ഉണ്ട്, ഭർത്താവ് മരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വിധവേനെ പുറകെ നടന്ന്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, കറങ്ങി നടന്ന്
അവസാനം ഇവർ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴത്തേനും കരഞ്ഞു മൂങ്ങിക്കൊണ്ട് വരുന്നു. ആ ഒരു കേസിൽ ഈ പറയുന്ന ചെക്കന് നല്ല കിട്ടേണ്ട തന്നെയാണ്. ഓക്കെ, അത് വേറെ കേസ്. പിന്നെ ഈ ചേച്ചി കാണുന്നവരോടെല്ലാം ഇങ്ങനെ പൈസ മേടിച്ച് ഗൾഫിൽ നിന്നുള്ള പൈസ എല്ലാം ഇങ്ങനെ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് അതിനുള്ള പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ചോദിച്ചു എന്നുള്ളതാണ്. അതിപ്പോൾ ആകെ മൊത്തം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിട്ട് ഇപ്പം ഇവർ ആരെ കെട്ടണം എന്നറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതാണ് ഈ കഥ. കാരണം ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇതാരാണ് ഈ പുതിയ കഥാപാത്രം. അപ്പോൾ ഷാജിദ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചീൻ്റെ കഥയാണ് ഈ കഥ. അപ്പോൾ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള എയും ബിയും എല്ലാം ഇവരുടെ വലയിൽ പെട്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ കുറേ പൈസ കൊടുത്ത് ഇവരുടെ നിന്ന് പണി മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പൈസയെല്ലാം തിരിച്ചു കൊടുക്കും എന്നൊക്കെയാണ് ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബി എന്ന് പറയുന്നുള്ള ചെക്കനും ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. കാരണം എയുമായിട്ടുള്ള കല്യാണമാണ് ഇവർ ആലോചിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ബി എന്ന് പറയുന്ന ചെക്കൻ അറിയുകയും ബിയുടെ ഓൾറെഡി ഒരു എൻഗേജ്മെൻറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ചേട്ടൻ വന്നിട്ട് പറയുകയാണ്, അയ്യോ എന്നെ പറ്റിച്ചേ. എങ്ങനെ പറ്റിക്കൽ? എടോ താൻ പോയിട്ട് അവരുടെ കുഴിയിലേക്ക് ചാടുകയല്ലേ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് 5 മക്കളുമായിട്ട് ജീവിക്കുന്ന 33 വയസ്സുള്ള ആ ചേച്ചിയുടെ പുറകെ നിങ്ങൾ എന്തിനു പോയി? വെറുതെ പോയതാണോ? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പോയതാണോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഇപ്പം ഷാജിക്ക് ഇപ്പം വേറൊരു കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയിനെ കെട്ടിയാൽ ബി പ്രശ്നമാക്കും, ബീനെ കെട്ടിയാൽ എ പ്രശ്നമാക്കും. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കാണുന്നത്. കുറേ പേരെടുത്തിട്ട് അയ്യോ എയിനെ പറ്റിച്ചില്ലേ, ബീനെ പറ്റിച്ചില്ലേ, അയ്യോ ബിക്ക് അത്രയും വയസ്സുണ്ടായിട്ട് ആ പാവം ചെക്കനെ പറ്റിച്ചില്ലേ. എന്ത് പാവം? ഒരു പാവമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലും എൻഗേജ്മെൻറ്റും കഴിഞ്ഞിരിക്കുന്ന ഒരു ചങ്ങായി ഈ പറയുന്ന ഒരാളെ പുറകെ നടന്ന് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അത് സതുദ്ദേശത്തോടു കൂടിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ചെക്കനും കൊള്ളാം ഈ പറയുന്ന. പക്ഷേ എ എന്ന് പറയുന്ന ആൾ ഓക്കെ, അയാൾ കല്യാണം എല്ലാം കഴിഞ്ഞ് ഡിവോഴ്സൊക്കെ ആയി ഗൾഫിലിരുന്ന് കുറേ പൈസയൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ പൈസയെല്ലാം ചിലവാക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം കാണുന്നില്ല. അയാൾക്കൊരു ജീവിതം വേണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഓക്കെ 5 മക്കളുള്ളൊരു വിധവയായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ പറയുന്ന എ എന്ന് പറയുന്ന ചെക്കൻ വന്നിട്ടുണ്ടാവുക. പക്ഷേ എ എന്ന് പറയുന്ന ചെക്കനെ പൈസയ്ക്ക് വേണ്ടി മാത്രം മതി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ചേച്ചി വന്നിട്ട് ബി എന്ന ചെക്കനെയും എ എന്ന ചെക്കനെയും ഈ ചെക്കൻ എന്ന് പറയുന്നത് ഇവർക്ക് നല്ല പ്രായമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന എ എന്ന് പറയുന്ന ആൾക്ക് നല്ല പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം 2 മക്കളൊക്കെ ഉണ്ട ആളാന്ന് തോന്നുന്നു. പക്ഷേ പറയുമ്പോൾ ഒരു ഓളത്തിൽ നമുക്ക് പറയാമല്ലോ. ഓക്കെ, എ എന്ന ചെക്കനെ കെട്ടണോ ബി എന്ന ചെക്കനെ കെട്ടണോ എന്നറിയാൻ പാടില്ലാത്ത ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു? നാട്ടുകാരുടെ നിന്നും പൈസ മേടിച്ചു. അതാണ് വലിയ കോമഡി. അതായത് ഈ കുട്ടികളെല്ലാം കാണിച്ച് വീഡിയോ എല്ലാം കാണിച്ച് നാട്ടുകാരെയും പറ്റിച്ച് കുറേ പൈസ ഇവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ, അതായത് യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ ഇവരുടെ അക്കൗണ്ട് നമ്പറും QR കോഡും അടക്കം എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആള് കൊള്ളാം. എന്തായാലും പുള്ളിക്കാരത്തി ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. പറഞ്ഞതൊക്കെ ആകെ അബദ്ധമായി പോയിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പിന്നീട് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ളൊരു ബോധമൊക്കെ വേണം കേട്ടോ ചേച്ചി. അപ്പോൾ എന്തായാലും ഷാജിദ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും, എനിക്കും അറിയില്ലായിരുന്നു ഈ ഒരു കേസ് വരുന്നവരെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് ആരുടെ പേരോ അല്ലെങ്കിൽ നാളോ ഇതൊന്നും പറയാണ്ട് നിങ്ങളോട് കഥ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും ഈ സി എന്ന് പറയുന്ന ചേച്ചീൻ്റെ വലയിൽപ്പെട്ടു. അവസാനം എയുടെ കയ്യിൽ നിന്ന് പോയ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കേസെല്ലാം കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും എയിൻ്റെ പൈസയും കിട്ടട്ടെ, ബീൻ്റെ പൈസ പോയിട്ടുണ്ടോ എന്ന് എത്ര പെടുത്തില്ല. ഓക്കെ, ബീൻ്റെ പൈസ കിട്ടട്ടെ, എയിൻ്റെ പൈസ കിട്ടട്ടെ, പൈസ വെച്ചിട്ടുള്ള ഒരു കളിക്കും. അതായത് നിങ്ങൾ റമ്മി സർക്കിളും മറ്റേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരില്ലേ, അതേപോലെ തന്നെയാണിത്. അതായത് കല്യാണം കഴിഞ്ഞ് വിധവയായിട്ട് ജീവിക്കുന്ന സമയത്ത് എനിക്ക് കല്യാണം കഴിക്കണേ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക ഇത് ജെനുവിനായിട്ടുള്ള സംഭവമാണോ എന്നുള്ളത്. എന്നിട്ട് മാത്രം പൈസ ഇറക്കി കളിക്കുക. ഓക്കെ, ഇതിപ്പം ചേച്ചി അവസാനത്തെ വീഡിയോയിൽ പറയുന്നത് എനിക്കിനി കല്യാണം വേണ്ട, ഞാനിനി കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടു അവസാനം.
എന്തായാലും എയ്ക്കും ബിക്കും കിട്ടാനുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. ചേച്ചി നല്ല രീതിയിൽ മുന്നോട്ട് കുട്ടികളെ നോക്കി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ട്, അതായത് ഈ ഒരു കേസിൻ്റെ പുറത്തുള്ള വീഡിയോസാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരു 1.5 ലക്ഷം വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസെല്ലാം വിട്ട് പഴയ പോലെ നല്ല വീഡിയോസൊക്കെ ഇട്ട് ആ കുട്ടികളെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ.